വെറുപ്പും വിദ്വേഷവും ഒക്കെ മനസ്സിൽ കൊണ്ടുനടന്നാൽ അത് തന്നെ ക്യാൻസറിന് കാരണമാകും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. അതാണ് സയൻസ് പ്രൂവ് ചെയ്യുന്നത്. ഈ വെറുപ്പ് വിദ്വേഷം എന്നൊക്കെ പറയുന്നത് എന്താണ് ശരിക്കും നോക്കിയാൽ? ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പകയാണ്. ബേസിക്കായിട്ട് നോക്കിയാൽ നമ്മൾ തന്നെ സ്ട്രെസ്സിലാവുന്ന ഒരു അവസ്ഥയാണ്, ഇല്ലേ? വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വെറുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖകരമായ ഒരു ഇമോഷൻ ഒന്നും അല്ലല്ലോ. നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലായിട്ടാണ് മാറുന്നത്. എന്ന് പറയുമ്പോൾ അതൊരു ഈ നീറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ് ഹോർമോൺസിന്റെ ലെവൽ കൂടുമ്പോഴാണ് ഈ ഒരു തരം നീറ്റൽ ഉണ്ടാവും. ദാറ്റ് മീൻസ് അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടിന്യൂസ്ലി സ്ട്രെസ്സിലാണ്. കണ്ടിന്യൂസ് സ്ട്രെസ് അല്ലെങ്കിൽ ക്രോണിക് സ്ട്രെസ്സിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും. മിക്ക ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുടെയും ഉറവിടം എന്ന് പറയുന്ന ക്രോണിക് സ്ട്രെസ്സാണ്. ഈ ക്രോണിക് സ്ട്രെസ് നമ്മളുടെ സ്ട്രെസ് ഹോർമോൺസിന്റെ ലെവൽ കൂട്ടും. അത് നമ്മുടെ എൻറ്റയർ സിസ്റ്റം, നമ്മളുടെ ശരീരത്തിന്റെയും നമ്മുടെ ബ്രെയിനിന്റെയും എൻറ്റയർ സിസ്റ്റത്തിനെ തകരാറിലാക്കും. അപ്പോൾ നമ്മൾ ഒരു വെറുപ്പ്, വിദ്വേഷം അല്ലെങ്കിൽ ഒരു പക ഒരു മനുഷ്യനെ കൊണ്ട് ഒരാളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ സംഭവിക്കുന്ന ആ വ്യക്തി ഇത് അറിയുന്ന പോലും ഉണ്ടാവില്ല. അയാളെല്ലാം സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുന്നുണ്ടാവും. നിങ്ങൾ ഉള്ളിൽ നീറുകയാണ്, പുകയുകയാണ്. ഇങ്ങനെ തന്നെയാണല്ലോ നമ്മളതിനെ കുറിച്ച് പറയാറുള്ളത്. ഉള്ളിൽ നീറുകയാണെന്നാണ്. ഈ നീറ്റൽ ഇത് തന്നെയാണ്. ഈ നീറ്റൽ ആക്ച്വലി അൾട്ടിമേറ്റ്ലി ലീഡ് ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിലേക്കായിരിക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് ഈ പറയുന്ന തരത്തിലുള്ള പകയും വിദ്വേഷവും അല്ലെങ്കിൽ വെറുപ്പും മനസ്സിൽ കൊണ്ടു നടന്നാൽ നമ്മൾ തന്നെ ഇത്തരത്തിലുള്ള ഓരോ വല്ലാത്ത അസുഖങ്ങളെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താ മാർഗം? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമെല്ലാം തോന്നിയെന്ന് വരാം. മാർഗ്ഗം ഒന്ന് മാത്രമേ ഉള്ളൂ, ഫൊർഗീവ്നെസ്. ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വ്യക്തിയും അവനവൻ്റെ കോൺഷ്യസ്നെസ്സിന് ശരി എന്ന് തോന്നുന്നത് ചെയ്യുന്നു. അതിനെ ജഡ്ജ് ചെയ്യുവാൻ ഞാൻ ആളല്ല, ഞാൻ അയാളെ ഫൊർഗീവ് ചെയ്യുന്നു എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറയുമ്പോൾ എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ സ്വയം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്ന ശേഷം ഇതേ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നീറ്റൽ, നിങ്ങളുടെ ആ പുകച്ചിൽ കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.